നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെൽത്ത് വെൽനസ് കോച്ച്. പണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് ആവേശമാണോ അതോ ഭയമാണോ? പലരും എന്നോട് പറയാറുണ്ട്, ചേച്ചി, എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടി തോന്നുന്നു എന്ന്. എന്റെ ലക്ഷ്യം നിങ്ങളെ കൂടുതൽ പണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നല്ല, മറിച്ച് പണത്തിനെ കുറിച്ച് ഓർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ആശങ്കയില്ലാതിരിക്കാൻ പഠിപ്പിക്കുക എന്നാണ്. പണത്തിനുമേൽ നിങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നത്. സാമ്പത്തിക ഭദ്രതയുടെ ഏറ്റവും വലിയ ശത്രു പണമില്ലാത്തതല്ല, മറിച്ച് ഭയവും നാളെയാകട്ടെ എന്നുള്ള ചിന്താഗതിയുമാണ്. സാമ്പത്തിക തീരുമാനങ്ങൾ ഭയത്തോടെ എടുക്കുമ്പോഴാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, റിട്ടയർമെന്റിന് ഇനിയും സമയമുണ്ട് എന്നൊക്കെ കരുതി കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോഴാണ് കൂടുതൽ കെണിയിലേക്ക് പോകുന്നത്. ഈ വൈകിപ്പിക്കൽ നിങ്ങളുടെ ഭാവിയെ തന്നെ തകർത്തേക്കാം. ആ ശേഷം എന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ചിലപ്പോൾ വന്നില്ലെന്നും ഇരിക്കും. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പണ്ടേ അറിയാമെന്ന്. പക്ഷേ സത്യം അതല്ല. എനിക്കും ഒരു കാലത്ത് നല്ല അറിവുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ ഒരു ഭയമായിരുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കാര്യങ്ങൾ എങ്ങനെയാകും, എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നൊക്കെ ഓർത്തിട്ട്. അറിവുണ്ടായിരുന്നു, പക്ഷെ ഒരു സിസ്റ്റം ഇല്ലായ്മയായിരുന്നു ഞാൻ അന്ന് ആശങ്കപ്പെടാൻ കാരണം. എപ്പോഴാണോ ആ ഒരു സിസ്റ്റം ഞാൻ പിന്തുടരാൻ തുടങ്ങിയത്, അന്നു മുതൽ എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സമാധാനം അനുഭവപ്പെട്ടു തുടങ്ങി. വിവരത്തേക്കാൾ പ്രധാനം അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു വഴിയാണ് വേണ്ടത്. ഞാൻ പിന്തുടർന്നതും പഠിപ്പിക്കുന്നതുമായ 3 പ്രധാന വഴികൾ, അതിനെക്കുറിച്ചൊന്ന് പറയും. ഒന്നാമത്തത്, ഇൻവെസ്റ്റ്മെന്റിന് മുൻപേ പ്രൊട്ടക്ഷൻ. ലാഭം നോക്കി ഓടുന്നതിന് മുന്നേ നിങ്ങൾ ഒരു സുരക്ഷിത വലയത്തിനകത്താണെന്ന് ഉറപ്പുവരുത്തുക. ഒരപകടമുണ്ടായാൽ നിങ്ങളുടെ നിക്ഷേപങ്ങളൊന്നും തകർന്നു പോവില്ല എന്ന് ഉറപ്പാക്കണം. രണ്ടാമത്തെ കാര്യം, ലാഭത്തിന് മുൻപേ സുരക്ഷ. അതായത് എത്ര പലിശ കിട്ടും എന്നതിനേക്കാൾ പ്രധാനം എന്റെ പണത്തിന് എത്രത്തോളം സുരക്ഷയുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ്. മൂന്നാമത്തത്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുൻപേ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ലോൺ നമുക്ക് കിട്ടും, പക്ഷേ ഒരു റിട്ടയർമെന്റ് ലൈഫിന് എവിടെയെങ്കിലും ലോൺ കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സുരക്ഷിതമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കുട്ടികളെയും രക്ഷിക്കാൻ സാധിക്കൂ. ഈ 3 കാര്യങ്ങൾ ഒരു സിസ്റ്റമായിട്ട് ചെയ്തു തുടങ്ങിയാൽ പണം നിങ്ങൾക്ക് ശത്രുവല്ലാതായിത്തീരും. പണം ഇടപാടുകൾ എന്ന് കേൾക്കുമ്പോൾ വളരെ വലിയ കണക്കുകൂട്ടലുകളും ഗ്രാഫിക്കുകളും ഇതൊന്നും നിങ്ങൾ ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല. വളരെ ലളിതമായ കാര്യങ്ങളാണിത്. ആദ്യം സുരക്ഷ, പിന്നെ പ്ലാനിങ്, അതിനുശേഷം വളർച്ച. ഈ ഒരു ക്രമം പാലിച്ചാൽ മാത്രം മതി. എന്റെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ കൺഫ്യൂഷൻ മാറിക്കിട്ടുന്നു എന്നതാണ്. വ്യക്തമായ ഒരു പ്ലാൻ ഉള്ളപ്പോൾ അവർക്ക് രാത്രി സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള കാര്യമല്ല. എല്ലാം താനെ ശരിയാകും എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ബുദ്ധിമുട്ടായേക്കും. എന്നാൽ എന്റെ ഭാവി എന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്നവരുടെ കൂടെ ഞാൻ ഉണ്ടാവും എപ്പോഴും. നിങ്ങൾ സ്വയം ചോദിക്കുക, പണം നിങ്ങളെ നിയന്ത്രിക്കണോ അതോ നിങ്ങൾ പണത്തെ നിയന്ത്രിക്കണോ എന്ന്. ആ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്. സമാധാനപരമായ ഒരു സാമ്പത്തിക ഭാവിക്ക് വേണ്ടി, ഒരു ഭദ്രതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് നീങ്ങാം. താങ്ക് യു.